സമരക്കാർ പറയുന്നൊരു കാര്യം, ഫെബ്രുവരി 10-ാം തീയതി അവർ സമരം ആരംഭിച്ചു, 14-ാം തീയതിയും 15-ാം തീയതിയും 2 ചർച്ചകൾ നടന്നു. ഈ 2 ചർച്ചകളിലും സർക്കാർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് 39-ാമത്തെ ദിവസവും ആവർത്തിച്ചത്. എന്താണ് പറഞ്ഞത്? സർക്കാർ വലിയ പ്രാരാബ്ധത്തിലാണ്, ഞങ്ങൾക്കിപ്പോൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, പക്ഷേ അനുഭാവപൂർവ്വമായ ഒരു സമീപനമാണ്. അതുതന്നെയാണ് വീണ ജോർജ് പിന്നീട് മാധ്യമ സമ്മേളന വാർത്താലേഖകരോടും പറഞ്ഞത്. എന്താണ് വീണ ജോർജ് പറഞ്ഞത്? ഞങ്ങൾ ഈ കാര്യത്തിലൊക്കെ ഒരു അനുഭാവപൂർണ്ണമായ സമീപനം എടുക്കാൻ തയ്യാറാണ്, പക്ഷേ ഇപ്പോൾ സമരം അവസാനിപ്പിക്കണം. അങ്ങനൊരു സമരം അവസാനിക്കില്ലല്ലോ. നമുക്കറിയാമല്ലോ, CPM ഒരുപാട് സമരം നടത്തിയിട്ടില്ലേ, ഇടതുപക്ഷ മുന്നണി ഒരുപാട് സമരം നടത്തിയിട്ടില്ലേ. സമരം എങ്ങനെ അവസാനിക്കുക? സമരത്തിൽ സമരക്കാർ കുറേ ഡിമാൻഡ് വെക്കും അല്ലേ? ആ ഡിമാൻഡിൽ ചിലതെല്ലാം മീറ്റ് ചെയ്യും, ചിലത് മീറ്റ് ചെയ്യാൻ കഴിയില്ല. അമിക്കബിളായ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു സമരത്തിൻ്റെയും രീതി എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ സമരം അവസാനിക്കുക. ഇപ്പം നമ്മുടെ ചർച്ചയിൽ പറഞ്ഞു, കഴിഞ്ഞ ദിവസവും റോസമ്മ പറഞ്ഞിരുന്നു, ഈ മീറ്റിങ്ങിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവസാനം KP റോസമ്മയാണ് ചോദിക്കുന്നത്, നിങ്ങൾ എത്ര തരം ഉയർത്താൻ തയ്യാറാണ് എന്ന് ചോദിക്കുന്നു. അതാണ് ഒരു ട്രേഡ് യൂണിയൻ സമരത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. 21,000 രൂപയായിട്ട് 7,000 രൂപയിൽ നോണറേറിയം ഉയർത്തണം എന്ന് പറഞ്ഞാൽ 21,000 രൂപയും ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു സമര സംഘടന അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കുന്നു. അത് കിട്ടിയാൽ നല്ലത്, പക്ഷേ ഒരു നെഗോഷിയേഷൻ പോസിബിൾ ആണ്. അപ്പോൾ ആ നെഗോഷിയേഷന് തയ്യാറാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ വിലപേശാൻ വന്നതാണോ എന്ന ചോദ്യവുമായി പരിഹസിക്കുകയായിരുന്നു എന്നാണ് അവർ പിന്നീട് മാധ്യമങ്ങളോട് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സമീപനം. ഒരു നെഗോഷിയേഷനും തയ്യാറല്ല, ഒരു സെറ്റിൽമെൻറ്റിനും തയ്യാറല്ല, നിങ്ങൾ സമരം അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു സംഘടനയ്ക്ക് സമരം അവസാനിപ്പിച്ച് പോകാൻ കഴിയുമോ? സാധ്യമല്ല. അപ്പോൾ അവിടെ സർക്കാരിന് രാഷ്ട്രീയമായി വീഴ്ച വരുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.